ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ മതി ഇതുണ്ടാക്കാൻ. അപാര രുചിയുമാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് ചായക്കൊപ്പം കൊടുക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ കൈകളിലുള്ള ചോറാണ്. ഞാൻ 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. വെള്ളച്ചോറോ അല്ലെങ്കിൽ കുത്തരി ചോറോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഉരുക്കിയ ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ 75 ഗ്രാം ശർക്കരയാണ് ഉരുക്കി എടുത്തിരിക്കുന്നത്. അത് 1/2 കപ്പ് അളവിലെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഉരുക്കിയ ശർക്കര ഉണ്ടെങ്കിൽ അത് മധുരത്തിന് ആവശ്യമുള്ളത് എടുക്കുക. പോരാത്തത് നമുക്ക് വെള്ളം ചേർക്കാം. 1/2 കപ്പ് അളവിൽ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് വേണ്ടത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിൽ പറ്റിയിരിക്കുന്ന മാവൊക്കെ നല്ലതുപോലെ ഒന്ന് വടിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം തന്നെ ജാറിലേക്ക് ഒഴിച്ചിട്ട് കലക്കി ഇതിലേക്ക് ചേർത്തത്. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്. നമുക്കിത് മൂടി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ റെഡിയാക്കി എടുക്കാം. ചൂടായ ഫ്രൈയിങ് പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുക. ഗീ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഗീ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ് ചേർത്തിരിക്കുന്നത്. പുട്ടിനൊക്കെ ചിരകുന്നത് പോലെയല്ല, ഞാനിത് കുറച്ച് ക്രഷ് ചെയ്തെടുത്ത രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ തേങ്ങയുടെ കഷ്ണങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേങ്ങാക്കൊത്തായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടും എടുക്കാം. ഇതുപോലെ ചേർത്താൽ മാവിൽ മൊത്തത്തിൽ ഇത് മിക്സാകും. തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബ്രോക്കൺ കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി കശുവണ്ടിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ചെറുതായി നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു 5 ഈന്തപ്പഴം കുരുകളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം കഴിക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ചില കുട്ടികൾ ഈന്തപ്പഴം കഴിക്കാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരറിയാതെ തന്നെ ഈന്തപ്പഴം ഈ സ്നാക്കിൻ്റെ കൂടെ അവരുടെ ഉള്ളിലാകും. ഇതുപോലെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി തൂവി കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്റർ എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയും കശുവണ്ടിയും പിന്നെ അതുപോലെ ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. നെയ്യിൽ മുപ്പിച്ചതുകൊണ്ട് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചേർത്ത ചേരുവകളൊക്കെ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു കുഴിയപ്പച്ചട്ടി ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണയിൽ മുക്കിയിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലൈറ്റായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്താൽ മതിയാകും. പിന്നെ എണ്ണയിൽ മുക്കിയെടുത്ത് പൊരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി ഈ ബാറ്റർ ഓരോന്നും നമുക്ക് ഓരോ കുഴിയിലും ഇട്ട് കൊടുക്കാം.
വലിയ പാനിൽ നിങ്ങൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാൻ നോക്കരുത് കേട്ടോ. ഈ ബാറ്റർ എണ്ണയിൽ മുക്കി പൊരിച്ചാൽ ഇത് എണ്ണയിൽ കലങ്ങിപ്പോകും. എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ പാനിലൊക്കെ ഇട്ട് ഇത് പൊരിച്ചെടുക്കാൻ നോക്കരുത്. അത് മുഴുവനും എണ്ണയിൽ കലങ്ങിപ്പോകും. അതുകൊണ്ടാണ് കുഴിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയില്ലാതെ വളരെ ലൈറ്റായിട്ട് നമുക്ക് കുഴിയപ്പച്ചട്ടിയിൽ ഈ ബാറ്റർ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ കുഴിയിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിരിച്ചിടാം. കുറച്ചുകൂടി ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 മിനിറ്റ് വരെ വേവിക്കാം. നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിടാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കുഴികളിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരികിലുള്ള കുഴികളിൽ ആദ്യം ഒഴിക്കണം. നടുവിലെ കുഴിയിൽ ആദ്യം ഒഴിച്ചാൽ നടുവിലെ കുഴിക്ക് ചൂട് കൂടുതലായതുകൊണ്ട് അത് പെട്ടെന്ന് കുക്കാകും. അപ്പോൾ അതുകൊണ്ട് അരികിലെ കുഴികളിൽ ആദ്യം ഒഴിക്കാം. ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കിയതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾക്ക് ബാക്കിയുള്ള ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്കൊന്ന് തടവിയെടുക്കാം. ഇതിലേക്ക് അരികിലുള്ള കുഴികളിൽ ആദ്യം നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അവസാനത്തെ കുഴിയിലിടാനായിട്ട് വളരെ കുറച്ച് ബാറ്ററേ ഉള്ളൂ. അപ്പോൾ അതൊരു ചെറിയ കുഴിയപ്പമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ച നേരത്തെ പോലെ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. ഒരു കപ്പ് ചോറ് കൊണ്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയത്. 1/4 കപ്പ് റവയും ചേർത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും ചേർക്കാം. ഒരു പാത്രം നിറയെ സ്നാക്കുണ്ട്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ മുരിവ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നല്ല ഡാർക്കായിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലൈറ്റായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴുമുള്ള ചോറ് കൊണ്ടുണ്ടാക്കിയ ഈ സ്നാക്ക് വളരെ ടേസ്റ്റിയാണ്. ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്